പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, ശാരീരികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. പനിയൊക്കെ ആയിരുന്നു, അപ്പം അത് ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ തന്നെ ഈ ഒരു ക്ലാസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. അപ്പം ഈ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് അതിന് ഒരു കാരണം അതാണ്, അതുകൊണ്ടുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാതിരുന്നത്. മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം 11:10. ഈ 11:10 20ഓളം പ്രാവശ്യമാണ് ഇവിടെ കറണ്ട് പോയത്. ഇത്ര വൃത്തികെട്ട ഒരു KSEB ഈ കേരളത്തിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ദിവസം 20ഓളം പ്രാവശ്യമാണ്, ഇത്രയായിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടങ്ങി ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് എത്ര പ്രാവശ്യം വേണേലും കറണ്ട് പോകാം. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ഫേസ് വീഡിയോ ചിലപ്പോൾ കാണത്തില്ല. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പിൽ അത്യാവശ്യം ചാർജ് ഉള്ളത് കൊണ്ട് സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അത് എത്ര ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും അങ്ങനെ പ്രതികരിക്കാത്ത ഒരാളാണ് ഞാൻ. എന്തിനാണ് വെറുതെ പറഞ്ഞ് സമയം കളയുന്നത്? എത്ര പറഞ്ഞാലും അവർ നന്നാവാൻ പോകുന്നില്ല. അവർക്ക് തോന്നിയ പോലെ ചെയ്യത്തുള്ളൂ. അവർ നമുക്ക് തരുന്ന സർവീസ് അല്ല, അവരുടെ ഔദാര്യമാണ്. അത് വേണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ സമയത്തിനും നമ്മുടെ എഫേർട്ടിനും ഒന്നും യാതൊരു വിലയില്ല. അതായത് ഒരു 40 മിനിറ്റ് കൊണ്ട് എടുത്ത് തീർക്കേണ്ട ഒരു വീഡിയോ 2-4 മണിക്കൂർ കൊണ്ടാണ് ഞാൻ എടുത്ത് തീർക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് 90 പ്രാവശ്യം കറണ്ട് പോകും. അപ്പം ഈ ഒരു എനിക്കുണ്ടാകുന്ന ഈ നഷ്ടത്തിന് എൻ്റെ ഈ ഉണ്ടാകുന്ന സമയനഷ്ടത്തിന് ആര് പരിഹാരം പറയും? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? അതോ കേരള സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? ഇല്ല. നഷ്ടം എനിക്ക് തന്നെയാണ്. ഞാൻ ഇവർക്കൊക്കെ കാശ് കൊടുക്കുകയും വേണം. കാശ് കൊടുത്ത് ഇവരുടെ സർവീസ് ഞാൻ വാങ്ങിക്കുകയും വേണം. ഇവർ എന്നെ ദ്രോഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ദ്രോഹിക്കുകയാണ്. ഇതെല്ലാം ഞാൻ സഹിക്കുകയും വേണം. ഞാൻ മാത്രമല്ല, ബാക്കി എല്ലാവരും എന്ത് പ്രതികരിക്കാനാണ്? കറണ്ട് വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും രോഷം അങ്ങ് കെട്ടടങ്ങും. ആരും പിന്നെ പറയാൻ പോകത്തില്ല. കറണ്ട് വന്നു, സമാധാനമായി. പിന്നെ ആരും ഇതിൻ്റെ പുറകെ പോകത്തില്ല. അപ്പം എന്തും ആകാം എന്നുള്ള എനിക്കറിയത്തില്ല. ന്യായങ്ങൾ ഒരുപാടാണ് ഇവർക്ക്. ചൂടുള്ള സമയത്ത് വേനൽക്കാലത്ത് KSEB ഓഫീസിൽ വിളിക്കുമ്പോൾ പറയും എല്ലാവരും കറണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കറണ്ട് പോകുന്നതെന്ന്, ലോഡ് താങ്ങാൻ വയ്യാത്തതുകൊണ്ടാണെന്ന്. ഇപ്പം പറയും മഴ പെയ്യുന്നു, മരങ്ങൾ വീഴുന്നതുകൊണ്ടാണെന്ന്. നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും? ഇതിനൊക്കെയുള്ള ബദൽ സംവിധാനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ? കാലം ഇത്രയൊക്കെ മാറിയില്ലേ? ടെക്നോളജി ഇത്രയൊക്കെ പുരോഗമിച്ചില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഇതിനൊന്നുമുള്ള ബദൽ സംവിധാനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ? അതോ ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് പോകുന്നത് ഒരു ശീലമായതുകൊണ്ടാണോ? എനിക്കറിയത്തില്ല. ഇതൊന്നും ഇങ്ങനെ വന്നിരുന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ കണ്ടന്റ് ഇതല്ല, എൻ്റെ മേഖല ഇതല്ല. ഞാനൊരു അധ്യാപകനാണ്, പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നു, അങ്ങനെയാണ്. അതെൻ്റെ ഒരു പാഷനായിട്ട് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ ഗതികേട് കൊണ്ട് പറയുന്നതാണ്. 20-25 പ്രാവശ്യമാണ് ഒരു ദിവസം കറണ്ട് പോകുന്നത്. എങ്കിൽ ഒരു കാര്യം ചെയ്യ് സുഹൃത്തെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണ്ട. നിങ്ങൾ നമ്മളോട് നേരത്തെ പറ, ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ കറണ്ട് പോകുന്നത്. അങ്ങനെയില്ല, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ പോകും, 10 മിനിറ്റ് കഴിയുമ്പോൾ വരും, വീണ്ടും പോകും, 10 മിനിറ്റ് കഴിയുമ്പോൾ വരും. 1 മണിക്കൂർ 6-7 പ്രാവശ്യമാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ 11 മണിക്കിടെ ഞാൻ 20 പ്രാവശ്യം കറണ്ട് പോയി. അപ്പോൾ വിളിക്കുമ്പോൾ പറയുന്നത് അവിടെ മരം വീണു, ഇവിടെ മരം വീണു. എനിക്കറിയില്ല, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. എൻ്റെ അറിവില്ലായ്മ കൊണ്ടോ എൻ്റെ ഇതുകൊണ്ടോ ആണ് ഞാൻ പറയുന്നതെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എനിക്ക് ഇത്രയെങ്കിലും ഒന്ന് പറയെങ്കിലും എന്നെ വേണം. എൻ്റെ ആ ഒരു രോഷം കൊണ്ടാകാം, എൻ്റെ അറിവില്ലായ്മ കൊണ്ടാകാം. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് ആരും ക്ഷമിച്ചില്ലെങ്കിലും എനിക്കൊന്നുമില്ല. കാരണം ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. കാരണം അത്രയ്ക്ക് ഞാൻ ഐ ഡോണ്ട് നോ. അപ്പം എന്തായാലും ഇത്രയൊക്കെ നമ്മളെ സഹായിച്ചത് കൊണ്ടും ഇത്രയൊക്കെ നമുക്ക് ഇത്രയൊക്കെ ഉപകാരം ചെയ്ത് തന്നതുകൊണ്ടും KSEBയോടുള്ള ഒരു നന്ദി ഞാൻ വളരെയധികം ഇവിടെ എക്സ്പ്രസ് ചെയ്യുകയാണ്. എൻ്റെ ആ ഒരു നന്ദി. അതായത് വെറും 40 മിനിറ്റ് കൊണ്ട് എടുക്കേണ്ട ഒരു വീഡിയോ 4 മണിക്കൂർ കൊണ്ട് എടുക്കാൻ സഹായിച്ച കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനോടുള്ള എൻ്റെ പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. സാറന്മാരെ എല്ലാം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മക്കളെ, കഴിഞ്ഞ ദിവസം 25-ാം തീയതി മെയ് 25 ശനിയാഴ്ച നടന്ന PSCയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ ആൻസർ പേപ്പറാണ്. മാത്സ് ചോദ്യങ്ങൾ ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഒട്ടും സമയം കളയണ്ട. KSEBക്കാർ തന്നെ നമ്മുടെ കുറേ സമയം കൊണ്ടുപോയി. അപ്പം ഏതെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ കറണ്ട് പോകും, ഉറപ്പാണ് പോയിരിക്കും. അപ്പം എന്തായാലും വെട്ടമൊക്കെ ചിലപ്പോൾ അങ്ങ് പോകും. ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ത്രൂ ഔട്ട് കറണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. എപ്പോഴാണോ പോകുന്നതെന്ന് KSEBക്ക് ഒരു പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുക, കറണ്ട് പോകല്ലേ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ് മക്കളെ. 7 raised to x plus 2 is equal to 49 raised to 2x minus 3 ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം എത്ര? ഓക്കെ, സോ 7 raised to x plus 2 is equal to 49 raised to 2x minus 3.
അപ്പം നമുക്ക് ഇത് രണ്ടും 7ന്റെ പവേഴ്സ് ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ഇവിടെ നമുക്ക് 7 raised to x plus 2 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. 49 raised to 2x minus 3 എന്ന് പറയുമ്പോൾ 49 നമുക്ക് 7 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. സോ 7 സ്ക്വയർ ദ ഹോൾ raised to 2x minus 3 എന്ന് നമുക്ക് എഴുതാം. സോ ഇനി നമുക്കറിയാം a raised to m ദ ഹോൾ raised to n എന്ന് പറഞ്ഞാൽ a raised to mn ആണെന്ന് നമുക്കറിയാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 7 raised to x plus 2 is equal to 7 raised to ഈ 2 നമ്മൾ ഇതുകൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ. സോ 2 into 2x എന്ന് പറയുമ്പോൾ നമുക്ക് 4x എന്ന് എഴുതാം. മൈനസ് 2 into 3 എന്ന് പറയുമ്പോൾ നമുക്ക് 6 എന്ന് എഴുതാം. സോ രണ്ടിടത്തും കോമൺ ബേസ് ആയതുകൊണ്ട് അത് നമ്മൾ അങ്ങ് മാറ്റി നിർത്തുന്നു. സോ x plus 2 is equal to 4x minus 6 എന്ന് നമുക്ക് കിട്ടി. എന്താ കിട്ടിയത്? x plus 2 is equal to 4x minus 6 എന്ന് കിട്ടി. നമ്മൾ അങ്ങ് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ എക്സിനെ ഒരു സൈഡിലാക്കുന്നു. അപ്പോൾ 4x ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് ആവുന്നു. അപ്പോൾ നമുക്ക് 3x എന്ന് എഴുതാം. 6 അപ്പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് 6 പ്ലസ് അപ്പോൾ എത്ര കിട്ടുന്നു? 8 എന്ന് കിട്ടുന്നു. സോ 3x ഈസ് ഈക്വൽ ടു 8 എന്ന് നമുക്ക് കിട്ടും. സോ എക്സ് ഈസ് ഈക്വൽ ടു രണ്ട് സൈഡിലോട്ട് മൈനസ് അങ്ങ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ പിന്നെ എക്സ് ഈസ് ഈക്വൽ ടു 3x 8 ആണെങ്കിൽ എക്സ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും മക്കളെ? 8/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഉണ്ടോ? യെസ്. സോ 8/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ അടുത്ത ചോദ്യം നോക്കാം. രണ്ട് സംഖ്യകളുടെ ആകെത്തുക 8ഉം ഉൽപ്പന്നം എന്നുള്ളതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗുണനഫലം എന്ന് എഴുതാം കേട്ടോ. ഗുണനഫലം, ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ തുക സം എന്ന് പറയുന്നത് 8ഉം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 15ഉം ആണ്. അതായത് കൂട്ടിയാൽ 8ഉം ഗുണിച്ചാൽ 15ഉം കിട്ടുന്ന രണ്ട് സംഖ്യകൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരത്തില്ലേ 5ഉം 3ഉം ആണെന്ന്? യെസ്. സോ 5 3 8 5 × 3 15 ആണെങ്കിൽ അവയുടെ പരസ്പര സംഖ്യകളുടെ തുക എന്ത്? ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് വിൽക്രമങ്ങളുടെ തുക എന്നാണ് കേട്ടോ. അപ്പോൾ പരസ്പര സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ റെസിപ്രോക്കലിന്റെ സം ഓഫ് ഇറ്റ്സ് റെസിപ്രോക്കൽ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 5ഉം 3ഉം 5ന്റെ 3ന്റെ റെസിപ്രോക്കൽ 5ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം എന്ന് പറയുമ്പോൾ 5 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 5/1 എന്നല്ലേ? അതിനെ നമ്മൾ തിരിച്ചിടുമ്പോഴാണ് റെസിപ്രോക്കൽ എന്ന് പറയുക. സോ 1/5 നേരെ തിരിച്ചെഴുതുക ഒരു നമ്പറിന്, ഇൻവേഴ്സ് അത് തന്നെ. സോ 5ന്റെ റെസിപ്രോക്കൽ 1/5 ആണ്. 3യുടെ റെസിപ്രോക്കൽ 1/3 ആണ്. സോ 1/5ഉം 1/3ഉം കൂടെ ആഡ് ചെയ്യുക. 5 × 3 എത്ര കിട്ടും? 15. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 3 15, പിന്നെ 3 × 1 3 പ്ലസ് 5 × 1 5. രണ്ടുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും മക്കളെ? 8/15 എന്ന് കിട്ടും. സോ ദി ആൻസർ ഇസ് 8/15. ആൻസർ എത്രയാണ്? 8/15. ഓക്കെ. സോ ഈ പരസ്പര സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ അങ്ങ് എടുത്താൽ മതി കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം 5:6 ആണ്. സോ 5:6 സേ A:B എന്ന് നമുക്ക് എടുക്കാം. അനുപാതം 5:6 ആണ്. ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഗുണനഫലം അല്ലെങ്കിൽ പ്രോഡക്റ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്പറിനെ 5x ആയിട്ടും സെക്കൻഡ് നമ്പറിനെ 6x ആയിട്ടും കൊടുക്കുക. എനിക്ക് എക്സ് ഇഷ്ടമല്ല എന്ന് പറയുന്ന കുറേ അധികം ആളുകളുണ്ട്. സാറിന് എക്സിനോട് എന്തോ വിരോധം ഉണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വിരോധമൊന്നുമില്ല, എക്സിൻ്റെ സ്വന്തം ആൾ തന്നെയാണ്. സോ ഞാൻ എക്സിനെ എടുക്കുന്നു. 5xഉം 6xഉം എക്സ് എടുക്കാതെ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. സോ 5xഉം 6xഉം. അപ്പം പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഗുണിക്കുക. 5 × 6 30, x × x x². മക്കളെ 30x² എന്ന് പറയുന്നതാണ് എത്ര? 480 അല്ലേ? അപ്പോൾ 30x² 480 ആണെങ്കിൽ x² എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 480 ഡിവൈഡഡ് ബൈ 30 എത്ര കിട്ടും? 16. x² 16 ആണ്. അപ്പോൾ x എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? √16 ആയിരിക്കും. എത്ര കിട്ടും മക്കളെ? 4 എന്ന് കിട്ടും. 16ന്റെ √4 എത്ര? 4 അല്ലേ? x എന്ന് പറയുന്നത് x² 16 ആണ്. x അപ്പോൾ അതിന്റെ റൂട്ട് ആയിരിക്കും 4 എന്ന് കിട്ടും. സോ x ഈസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടി. എന്തുവാ കണ്ടുപിടിക്കണ്ടേ? വലിയ സംഖ്യ അല്ലെ? 5xഉം 6xഉം വലുത് ഏതാ? 5x ആണോ 6x ആണോ വലുത്? 6x ആണ് വലുത്. സോ 6x ഈസ് ഈക്വൽ ടു 4 × 6 അല്ലെങ്കിൽ 6 × 4. ഇനിയിപ്പോൾ ഈ എക്സിൻ്റെ ഓർഡറിൽ എഴുതിയില്ല എന്ന് വേണ്ട, അല്ലെങ്കിൽ അതായിരിക്കും ഈ വിദഗ്ധർ കണ്ടുപിടിച്ചിട്ട് വരിക. സോ 6 × x 4 ആണ്. 6 × 4 24. സോ ആൻസർ എത്രയാണ്? 24. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കാം. തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ ആകെത്തുക 976 ആണെങ്കിൽ ആ 4-ൽ ഏറ്റവും, ഞാൻ ഈ 4 ഇവിടെ നിന്ന് കൊണ്ടുവന്നു, PSC റോക്സ്. ആ 4 അവയിൽ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ പിള്ളേരെ ആപ്പ് വെക്കാൻ നോക്കും, അതിങ്ങനെ നോക്കിയിരിക്കുക. ആ 4-ൽ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഏത് എന്നാണ് ചോദ്യം.
നമ്മൾ ആവറേജിനകത്തിൽ ഈ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ ഇതിന്റെ ഒരു ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി മക്കളെ എപ്പോഴും നടുക്കത്തെ സംഖ്യയായിരിക്കും. തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എപ്പോഴും നടുക്കത്തെ സംഖ്യയായിരിക്കും. ആവറേജ് ഓഫ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഇസ് ഓൾവേസ് വിൽ ബി ദെയർ മിഡിൽ ടേം. വളരെ വിശദമായിട്ട് ആവറേജ് എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കണ്ടു നോക്കുക, നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പൊ തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ ആകെത്തുക 976 നമുക്കറിയത്തില്ല സംഖ്യകൾ ഏതൊക്കെയാണെന്ന്. ഒന്നാമത്തെ സംഖ്യ, രണ്ടാമത്തെ സംഖ്യ, മൂന്നാമത്തെ സംഖ്യ, നാലാമത്തെ സംഖ്യ. അപ്പോൾ അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും വരിക? കൃത്യം നടുക്ക്. ഈ നമ്പറിനെ നടുക്കത്തെ സംഖ്യയായിട്ട് എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതിനെ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നടുക്കത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിന്റെ രണ്ടിന്റെയും കൃത്യം നടുക്ക് വരുന്ന ആളായിരിക്കും ആവറേജ്. അപ്പൊ ആവറേജ് നമുക്ക് കണ്ടുപിടിക്കാം. തുക 976 ആണെന്നറിയാം, 4 സംഖ്യകളാണെന്നറിയാം. ആവറേജ് ശരാശരി കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ആവറേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ക്വാണ്ടിറ്റീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. ഇവിടെ സം എന്ന് പറയുന്നത് എത്ര മക്കളെ? 976 ഡിവൈഡഡ് ബൈ നമ്പർ എത്ര? 4. 976നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 244. 244 അല്ലേ? 244. അപ്പം ഇവിടെ നമുക്ക് ആവറേജ് കിട്ടി 244. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 244 ആവറേജ് ആണ്. അപ്പൊ ഇത് നടുക്ക് വരുന്ന സംഖ്യ 244 ആണ്. അപ്പൊ അതിന് തൊട്ടിപ്പുറത്തുള്ള ഒറ്റ സംഖ്യ ഏതായിരിക്കും? 244ന്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്നത് 243 ആയിരിക്കും. ഇത് എത്ര ആയിരിക്കും? 241 ആയിരിക്കും. 241 ആയിരിക്കും അല്ലേ? യെസ്. ഇത് എത്ര ആയിരിക്കും? എഴുതേണ്ട ആവശ്യമില്ലെങ്കിലും പറയുകയാണ് 245. ഇത് എത്ര ആയിരിക്കും? 247. ഇനി ഇതിലെ ഏത് സംഖ്യ ചോദിച്ചാലും നമുക്ക് കണ്ടുപിടിക്കാം. ഏറ്റവും ചെറിയ സംഖ്യയല്ലേ ചോദിച്ചിരിക്കുന്നത്? 241, 241. സോ ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 241. സോ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആവറേജ് ഒക്കെ കണ്ടുപിടിച്ച് ആദ്യത്തെ സംഖ്യ എക്സ് ആയിട്ട് എടുത്തിട്ട് x+2 x+4 അങ്ങനെ വെച്ച് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആത്മഹത്യാപരമാണ് അതൊക്കെ. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരുപാട് സമയം ഉണ്ടെങ്കിൽ ചെയ്തു. ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ് ബാക്കി എല്ലാ സെക്ഷനും എഴുതി കഴിഞ്ഞ് മാത്സിന് നിങ്ങൾക്ക് ഒരു 1/2 മണിക്കൂർ കിട്ടി. ഇല്ല, ഞാൻ പറയുന്നല്ല ഉരുട്ടി എഴുതാൻ പറയും. എന്നോട് കൊച്ചിലെ ടീച്ചർ പറഞ്ഞുള്ള ഉരുട്ടി എഴുതണം. വൃത്തിയായിട്ട് നല്ലപോലെ പിടിച്ചെഴുതി ഇരട്ടവര ബുക്കിലൊക്കെ എഴുതുന്ന പോലെ അങ്ങനെ എഴുതിക്കോ സമയം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകളിലൂടെ നമുക്ക് രക്ഷപ്പെട്ടു. ഇതൊന്നും പൊടിക്കൈ അല്ല, ഇതൊക്കെ കോൺസെപ്റ്റാണ്. തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുമ്പോൾ നടുക്കത്തെ സംഖ്യയാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചാൽ വളരെ വിശദമായിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഞാനിവിടെ പറഞ്ഞ് നിങ്ങളുടെ സമയവും എൻ്റെ സമയവും കളയുന്നില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എൻ്റെ ക്ലാസ്സുകളെല്ലാം കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ കൺസേൺഡ് ക്ലാസ്സുകൾ പോയി കാണുക. അപ്പോൾ മക്കളെ, അടുത്ത ചോദ്യം. ഈ ചോദ്യമൊക്കെ കാണുമ്പോൾ എൻ്റെ ക്ലാസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ പാട്ടും പാടിക്കൊണ്ട് ഇത് ചെയ്യും. കാരണം വളരെ വിശദമായിട്ട് ഇതേപോലെ ഒരു ചോദ്യം ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. ടൈം ആൻഡ് വർക്കിൽ ഇതേപോലെ ഒരു ചോദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പോൾ നോക്കിക്കോ, എയും ബിയും കൂടെ ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ടും എയും സിയും കൂടെ ചേർന്ന് ആ ജോലി 8 ദിവസം കൊണ്ടും ബിയും സിയും കൂടെ ചേർന്ന് ആ ജോലി 6 ദിവസം കൊണ്ടും ചെയ്യും. ഒരു ജോലി പൂർത്തിയാക്കും. ഓക്കെ, 6 ദിവസം കൊണ്ടും ഒരു ജോലി പൂർത്തിയാക്കുമെങ്കിൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ ആദ്യമേ തന്നെ ഇതിൻ്റെ ടൈം നമുക്കറിയാമല്ലോ. ടൈം അറിയാമെങ്കിൽ നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കും. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? LCM ഓഫ് ടൈം. 12, 8, 6 ഇതിൻ്റെ LCM കണ്ടുപിടിക്കാൻ അറിയത്തില്ലെങ്കിൽ വലിയ നമ്പർ എടുക്കുക. 12. 12ന്റെ മൾട്ടിപ്പിളിൽ ആരെയാണ് ബാക്കി എല്ലാവരെയും കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത്? 12ന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ 12 × 1 12. 12നെ 8 കൊണ്ട് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 6 കൊണ്ട് പറ്റുമോ? 8 കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ 12ന്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാണ്? 12ന്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 24. 24നെ 6 കൊണ്ടും ഹരിക്കാം, 8 കൊണ്ടും ഹരിക്കാം, 12 കൊണ്ടും ഹരിക്കാം. സോ LCM എത്ര മക്കളെ? 24. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വർക്കും കിട്ടി, ടൈമും കിട്ടി. വർക്കും ടൈമും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ടൈം ആൻഡ് വർക്ക് ബേസിക് ക്ലിയർ അല്ലെങ്കിൽ പഠിച്ചോണം കേട്ടോ. വർക്ക് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈമാണ്. ടൈം എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ്. ഈ 3 കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എഫിഷ്യൻസി എത്ര? 24/12, 24/8, 24/6 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 2, 3, 4 അല്ലേ? 12 × 2 24, 8 × 3 24, 6 × 4 24. സോ ഓരോരുത്തരുടെ എഫിഷ്യൻസി കിട്ടി. ഓരോരുത്തരുടെ ആണോ? അല്ല. എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി 2, എയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി 3, ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി 4. അതായത് ഉത്തമ
ഇങ്ങോട്ട് നോക്കിക്കോ, എ പ്ലസ് ബിയുടെ എഫിഷ്യൻസിയും എ പ്ലസ് സിയുടെ എഫിഷ്യൻസിയും ബി പ്ലസ് സിയുടെ എഫിഷ്യൻസിയും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 2, 3, 5, 4, 9. അതായത് എ 2 പ്രാവശ്യം ഇല്ലയോ കുഞ്ഞേ? ബി 2 പ്രാവശ്യം ഇല്ലയോ? ഉണ്ട്. ബി 2 പ്രാവശ്യം ഉണ്ട്, അതേപോലെ സി 2 പ്രാവശ്യം ഉണ്ട്. അതായത് എല്ലാം 2 പ്രാവശ്യം വീതം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാമല്ലോ, 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 9. അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി എത്ര? ഇവിടെ ഗുണിച്ചിരിക്കുന്ന 2നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം. 9നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും മക്കളെ? 4.5, 4.5 എന്ന് നമുക്ക് കിട്ടും അല്ലേ? 4.5 എന്ന് കിട്ടും. അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി എത്ര? 4.5. ഇതിൽ നമുക്ക് ആരുടെയാണ് കണ്ടുപിടിക്കേണ്ടേ? ബിയുടേത് മാത്രമല്ലയോ കണ്ടുപിടിക്കേണ്ടേ? ബി എലോൺ, ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും? അതായത് അപ്പോൾ എന്താ കണ്ടുപിടിക്കണ്ടേ? ബിയുടെ സമയമാണ് കണ്ടുപിടിക്കണ്ടേ. ബിയുടെ സമയം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരുത്തൻ്റെ സമയം എന്ന് പറഞ്ഞാൽ എന്തുവാ? അവൻ ചെയ്യുന്ന വർക്ക്, ബി ചെയ്ത വർക്ക് ഡിവൈഡഡ് ബൈ ബിയുടെ എഫിഷ്യൻസി അല്ലേ? അതല്ലേ ടൈം എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ബി ചെയ്ത വർക്ക് നമുക്കറിയാം, മൊത്തം ജോലി ചെയ്യണം, അതായത് 24 തന്നെ ബി ചെയ്യണം, ഡിവൈഡഡ് ബൈ ബിയുടെ എഫിഷ്യൻസി. ഇനി ആ ക്ലാപ്പിൻ്റെ എഫിഷ്യൻസി എത്ര? ബിയുടെ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കും? എയുടെയും ബിയുടെയും സിയുടെ എഫിഷ്യൻസി എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസിയിൽ നിന്ന് ബി മാത്രം വേണമെങ്കിൽ ആരെ കുറച്ച് കളയണം? എയുടെയും സിയുടെ എഫിഷ്യൻസി കുറച്ച് കളയണം. സോ മൈനസ് ആരുടെ എഫിഷ്യൻസി കുറയ്ക്കണം? നമ്മൾ എയുടെയും സിയുടെയും എഫിഷ്യൻസി കുറയ്ക്കണം. പിന്നെ ആരുടെ കിട്ടും നമുക്ക്? 3 പേരുള്ളിടത്ത് നിന്ന് 2 പേരെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരുത്തൻ്റെ കിട്ടത്തില്ലേ? എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി എത്ര മക്കളെ? 4.5. അതിൽ നിന്ന് എയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി എത്ര? 3. അപ്പോൾ എത്ര കിട്ടും? 1.5 ഇവൻ്റെ എഫിഷ്യൻസി. അപ്പോൾ ബിയുടെ ടൈം എന്ന് പറയുമ്പോൾ ബിയുടെ വർക്ക് എത്ര? മൊത്തം ജോലി ചെയ്യണം 24 ഡിവൈഡഡ് ബൈ ഓൻ്റെ എഫിഷ്യൻസി എത്ര? 1.5 എന്ന് പറയുമ്പോൾ 24 ഡിവൈഡഡ് ബൈ 1.5 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. സോ 24നെ ഹരിക്കാൻ പറഞ്ഞാൽ 3/2 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ 3/2 എന്ന് പറയുമ്പോൾ എന്താ കൂടെ? 2/3 ആവും. 3 കൊണ്ട് വെട്ടുമ്പോൾ എത്ര കിട്ടും? 8. 8നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 16. സോ എത്ര കിട്ടും? 16. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്, 16 ദിവസം. സോ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാനായിട്ട് പറ്റും ഇഫ് യു നോ ദ കോൺസെപ്റ്റ് ബെറ്റർ. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകടെ, ഒരു കുഴപ്പമില്ല. ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അല്ലാതെ പുതിയതൊന്നും അല്ല. ഇതിപ്പോൾ ഈ ചോദ്യമൊന്നും അങ്ങ് ശൂന്യാകാശത്തൊന്നും വന്നൊന്നും അല്ല. ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ടൈം ആൻഡ് വർക്കിൽ ഞാൻ ഇതൊക്കെ ഘോരം നിന്ന് പ്രസംഗിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്ലാസ് പോയി കാണാം. യെസ് മക്കളെ, അടുത്ത നമ്പർ ഏതാണ്? 5, 6, 14, 45. ഇവന്മാരുടെ പോക്കിൽ ഒരു ആക്സിലറേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അപ്പം ഇങ്ങനെ ചിന്തിക്കുക, 5നെ 1 കൊണ്ട് ഗുണിച്ചാൽ 5 കിട്ടും, എന്നിട്ട് അതിൻ്റെ കൂടെ 1 കൂട്ടുക 6. 6നെ 2 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും, അതിൻ്റെ കൂടെ 2 കൂട്ടുക 14. അടുത്തത് 14നെ 3 കൊണ്ട് ഗുണിച്ചാൽ 42 കിട്ടും, അതിൻ്റെ കൂടെ 3 കൂട്ടിയാൽ 45. അപ്പോൾ സ്വാഭാവികമായിട്ടും പാറ്റേൺ കിട്ടി. *1 + 1 *2 + 2 *3 + 4. അപ്പോൾ അടുത്തത് 45 × 4 + 4. 45 × 2 90 അപ്പോൾ × 4 എന്ന് പറയുമ്പോൾ 180 ആണ്. 180ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 184. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. യെസ്, ഓപ്ഷനിലുണ്ട്. സോ ആൻസർ 184. വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. സോ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള നമ്പർ സീരീസ് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ എളുപ്പം നമുക്ക് കിട്ടുന്ന ചോദ്യമാണ്. സോ അടുത്ത ചോദ്യം, ഈ ചോദ്യം ഒരു എന്താ പറയുക, എന്തിനാണ് ഇങ്ങനെ ഈ വള്ളി പിടിച്ച് വെക്കുന്നത് PSC എന്നാണ് ഞാൻ ചോദിക്കുന്നത്. T സെക്കൻഡിൽ ഒരു കാർ സഞ്ചരിക്കുന്ന ദൂരം ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 4(2² - 3). ഓക്കെ, അത് ഈ സ്പീഡ് ഇൻറ്റു ടൈമിൻ്റെ കാര്യമാണോ അതോ ഇനി ഫിസിക്സിൻ്റെ എന്തെങ്കിലും വലിയ കാര്യങ്ങളാണോ എന്നൊന്നും ചോദ്യത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. T സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത കാർ 9:02 9:03 ഇടയിൽ സഞ്ചരിച്ച ദൂരം. സ്പീഡിനെ കുറിച്ചൊന്നും പറയുന്നില്ല. കോൺസ്റ്റന്റ് സ്പീഡ് ആണോ അല്ലയോ, സ്പീഡിൽ ഇൻക്രീസ് ഉണ്ടോ, ഈ കാര്യങ്ങളൊന്നും PSC വ്യക്തമായിട്ട് ആ ചോദ്യത്തിൽ പറയുന്നില്ല. 9:02 9:03 ഇടയ്ക്ക് നമുക്കറിയാം 1 മിനിറ്റ് ആണുള്ളത് അല്ലേ? 1 മിനിറ്റ് ആണുള്ളത്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. സോ ഈ 4t² - 3 നമ്മൾ ഈ 60 ഇട്ട് കൊടുത്തിട്ട്
നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ളതൊന്നും വരുന്നില്ല. ഇതിനകത്തുള്ള ആൻസർ ഒന്നും അവിടെ വരുന്നില്ല. ഏകദേശം 20-അടുത്തുള്ളതൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്രോക്സിമേറ്റ്ലി ആണെന്നൊന്നും ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പം ഡിലീറ്റ് ചെയ്യവിടെ, ഇവന്മാരിത് ഡിലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇനി PSCയിലെ സാർമാർക്ക് തോന്നുന്ന രീതിയിൽ ഒരു ഉത്തരം, അങ്ങനെ ചില പരിപാടികളുണ്ട്. ഞങ്ങൾ അംഗീകരിച്ച ഉത്തരം ഇതാണ്, ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, അടുത്ത പരീക്ഷയ്ക്ക് ഇതേ ചോദിച്ചു പറയും ഞങ്ങൾ ഈ ഉത്തരമാണ്, B അല്ല C ആയിരുന്നു ഞങ്ങളുടെ ഉത്തരം എന്ന് പറയും. സ്വാഭാവികം. അതുകൊണ്ട് എനിക്കറിയത്തില്ല, ഒന്നുകിൽ സാർമാർ ഉദ്ദേശിച്ചിരിക്കുന്ന ഉത്തരം ഉണ്ടായിരിക്കും, അത് തന്നെ ആയിരിക്കും നമ്മളെന്ന് പറയാം. അവിടെ കോൺസെപ്റ്റുകളോ തിയറിയോ കാര്യങ്ങളോ ഒന്നും ബാധകമല്ല. PSC അംഗീകരിച്ച ഉത്തരം ഇതാണ്, നിങ്ങളത് പഠിച്ചോണം. യു ഹാവ് ടു ബിലീവേഴ്സ്, നിങ്ങൾ ഇത് ഞങ്ങളെ വിശ്വസിക്കണം, ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ശരി, ഓക്കെ സാർ. അതാണ് അവരുടെ ഒരു രീതി. ഇപ്പം ഞാനിത് വലിയ അഹങ്കാരത്തോടും പുച്ഛത്തോടും ഒന്നും പറയുന്നില്ല, കാണുന്ന കാര്യങ്ങളാണ്. സാധാരണ ഓരോ പരീക്ഷ കാണുമ്പോഴും നമ്മുടെ കോമൺ സെൻസിനും മാത്തമാറ്റിക്കൽ സ്കില്ലിനും അതൊക്കെ വെച്ചാണ് നമ്മളൊരു ഉത്തരം പറയുന്നത്. അതിന് യാതൊരു വിലയും തരാതെ ചിലപ്പോൾ കുറേ കഴിഞ്ഞിട്ട് പറയും ഇതാണ് അതിൻ്റെ ഉത്തരം, ഇതാണ് അതിൻ്റെ റീസൺ. ഓക്കെ, ശരി. ചിലപ്പോൾ ഇത് ഫിസിക്സിലെ ചോദ്യമായിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും ഇതിന് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഉത്തരവൊന്നും കിട്ടുന്നില്ല. ഇനി വിദഗ്ധർ ആരെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് പറയാമെങ്കിൽ, എന്നെ കൂടെ പഠിപ്പിക്കാമെങ്കിൽ വളരെ സന്തോഷം. ഞാൻ അങ്ങനെയാണ്, എനിക്ക് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും എനിക്കത് പറഞ്ഞു തരാമെങ്കിൽ എനിക്കത് വളരെ സന്തോഷം. ഇനി എന്തായിരിക്കും ഇതിൻ്റെ ഉത്തരവൊന്നും എനിക്കറിയത്തില്ല. സോ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഇതാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഇനി ചോദ്യം ഡിലീറ്റ് ചെയ്യാനാണ് സാധ്യത, എനിക്കറിയില്ല. ഇനി വിദഗ്ധർ ധാരാളം എൻ്റെ കമൻറ്റ് ബോക്സ് എൻ്റെ ചാനലിലുണ്ട്. എന്നെ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനൊക്കെ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. സന്തോഷമാണ്, നിങ്ങൾ പല രീതിയിൽ ചിന്തിക്കുന്നു, ഇതൊക്കെ നിങ്ങൾ പറയുന്നു എന്നറിയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ്. അങ്ങനെ വിദഗ്ധർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യും. ഞാനിത് കമൻറ്റ് ബോക്സ് വിദഗ്ധർക്ക് വിട്ടുകൊടുക്കുകയാണ് ഈ ചോദ്യത്തിന് വേണ്ടിയിട്ട്. സോ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. PQ എന്നത് O ഉള്ള ഒരു കേന്ദ്രം. ഞാൻ ആ കേന്ദ്രം കണ്ടില്ല. PQ എന്നത്, സോറി അതെൻ്റെ തെറ്റാണ്. PQ എന്നത് കേന്ദ്രം O ഉള്ള വൃത്തത്തിൻ്റെ വ്യാസമാണ്. സോ വി ഹാവ് എ വൃത്തം, ആൻഡ് ദിസ് ഈസ് ദാറ്റ് വൃത്തം, ആൻഡ് ദിസ് ഈസ് ദ കേന്ദ്രം. ഇതാണ് അതിൻ്റെ കേന്ദ്രം. ഈ കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്ന 2 പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട്, 2 ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്ന വരയാണ് എന്ത്? വ്യാസം. അപ്പോൾ ഈ PQ ഇത് Pയും ഇത് Q ആയിട്ട് ഞാൻ എടുക്കുന്നു. ഹേ ഹമാര O, ഇതാണ് നമ്മളുടെ O എന്ന് പറയുന്നത്. ഓക്കെ, വ്യാസമാണ്. Pയിൽ ടാൻജൻറ്റ് വരയ്ക്കുക, തൊടുവര, അതാണ് ടാൻജൻറ്റ്. വരച്ചു. വൃത്തത്തിൽ R ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. എസിൽ P ടാൻജൻറ്റിനെ യോജിക്കുന്ന QR നിർമ്മിക്കുക. അതായത് ഈ പോയിന്റാണ് S. ഈ എസിൽ Pയെ യോജിപ്പിക്കുന്ന QR നിർമ്മിക്കുക. ഓക്കെ, അപ്പം ഈ Q മുതൽ R വരെയുള്ളത് ഇതായിരിക്കും R. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിതിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടത്തില്ലേ? സോ ഈ ആംഗിൾ, ടാൻജൻറ്റ് വന്ന് മുട്ടുന്ന ഈ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ഡിഗ്രി ആയിരിക്കും. വേറൊരു ആംഗിൾ പറഞ്ഞിട്ടുണ്ട്, PSQ. ഇതാണ് PSQ. എത്ര? 48 ഡിഗ്രി. PSQ എത്ര? 48 ഡിഗ്രി. കോൺ PQR എത്ര എന്നാണ് ചോദ്യം. അതായത് ഈ ആംഗിൾ. വളരെ എളുപ്പമല്ലേ? ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകളുടെ തുക എത്ര ആയിരിക്കും മക്കളെ? 90 ആയിരിക്കത്തില്ലയോ? 180 ആയിരിക്കത്തില്ലയോ? എന്തൊക്കെ പൊട്ടത്തരോ പറയുന്നത്. ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക എപ്പോഴും എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ കോണും എല്ലാം കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് 180 ഡിഗ്രി കിട്ടണം. സോ ഇവിടെ ഓൾറെഡി 90 ഉണ്ട്. അപ്പോൾ ഇവന്മാർ രണ്ടും കൂടി, ഈ എസും ക്യൂവും കൂടെ 90 കിട്ടണം. ഇവിടെ 48 ഉണ്ട്. അപ്പോൾ 90 മൈനസ് 48 ആയിരിക്കത്തില്ലേ മക്കളെ ഇത്? കാരണം മൊത്തം നമുക്ക് 180 വേണം, ഇവിടെ 90 ഉണ്ട്. അപ്പോൾ ഈ ആംഗിളും വേണം, ഞാൻ കളർ മാറ്റിത്തരാം, നല്ല പച്ച കളർ എടുക്കാം. ഈ ആംഗിളൂടെ കൂട്ടുമ്പോൾ നമുക്ക് 90 കിട്ടണം. ഒരെണ്ണം 48 ആണ്, മറ്റൊരെത്ര? 90 മൈനസ് 48 എത്ര കിട്ടും മക്കളെ? 42 ഡിഗ്രി. ഉണ്ടോ? യെസ്, 42 ഡിഗ്രി. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിനകത്തിൽ ഈ നമ്മൾ 8ലോ 9ലോ ഒക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ തൊടുവരകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. അതുമായി ബന്ധപ്പെട്ട് പുസ്തകത്തിന് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ്. ഇതേ ചോദ്യം തന്നെ പിള്ളേർക്കും ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ എളുപ്പം നമുക്ക് PQR കണ്ടുപിടിക്കാനായിട്ട് പറ്റും. 42 ഡിഗ്രി. സോ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഒരു ക്ലോക്കിലെ സൂചി 4 കഴിഞ്ഞ 50 മിനിറ്റിൽ ഏത് കോണളവിലാണ് ചരിഞ്ഞിരിക്കുന്നത്? നമ്മൾ എളുപ്പം അത് ചെയ്യുന്നതാണ്. 30h മൈനസ് 11/2 m എന്ന് പറയുന്നത്. ഇത് നെഗറ്റീവ് സാധനം ഇല്ല, പോസിറ്റീവേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ 30 ഇൻറ്റു എച്ച്, ഇപ്പോൾ ഈ 4:50 എന്ന് പറയുമ്പോൾ 4 മണി കഴിഞ്ഞ് 50 മിനിറ്റ് അല്ലേ. സോ ഇത് അവറും ഇത് മിനിറ്റും, അതാണ് എച്ചും എമ്മും. സോ 30 ഇൻറ്റു എച്ച് 4 മൈനസ് 11/2 ഇൻറ്റു എം എത്ര 50. സോ ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. 25 ഇൻറ്റു 11. സോ 30 ഇൻറ്റു 4 120 മൈനസ് 25 ഇൻറ്റു 11. 11 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ 2 എഴുതുക, 5 എഴുതുക, 5 × 2 7. സോ 275 നിന്ന് 120 കുറയ്ക്കുക. വെറുതെ ഇതിന് ചെറുതങ്ങ് കുറച്ചാൽ മതി. നെഗറ്റീവ് എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്തിലില്ല. സോ 275 നിന്ന് 120 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 155 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ഒരു കാര്യം എൻ്റെ മക്കൾ വളരെയധികം ശ്രദ്ധിച്ചോണേ. അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ 190 കിട്ടിയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 180-നേക്കാളും വലിയൊരു വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യണം? 360-ൽ നിന്ന് അത് കുറയ്ക്കണം കേട്ടോ. 180-നേക്കാളും വലുത് കിട്ടുവാണെങ്കിൽ 360-ൽ നിന്ന് അത് കുറച്ചോണം. ഓക്കെ, അത്രേ ഉള്ളൂ അതിനകത്ത് നോക്കാനായിട്ട്. അപ്പോൾ ആൻസർ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. 155 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. 155. അടുത്ത ചോദ്യം, ഇത് ആക്ച്വലി മാത്സ് അല്ല, മെൻ്റൽ എബിലിറ്റി ആണ്, അനലോഗി സീരീസ് ആണ്. പക്ഷേ എങ്കിലും നമ്പേഴ്സ് കിടക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തതാണ്, എനിക്ക് ഇഷ്ടം തോന്നിയിട്ട്. 2:11 റിലേറ്റഡ് ടു 3:what. സോ 2:11 ആയി എന്ന് പറയുമ്പോൾ 2 ക്യൂബ് 8 പ്ലസ് 3 11. അപ്പോൾ 3 ക്യൂബ് പ്ലസ് 3, 3 ക്യൂബ് എത്ര? 27 പ്ലസ് 3 എത്ര? 30. സോ ദി ആൻസർ ഇസ് 30 കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയുകൊണ്ട് ഞാൻ അവനെ ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. അടുത്ത ചോദ്യം, ഇതൊക്കെ കലണ്ടറും കുന്തും ഒന്നും അറിയണ്ട, ജസ്റ്റ് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാവുന്ന ചോദ്യമാണിത്. ഒരു മാസത്തിലെ 6-ാം ദിവസം വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുമ്പാണെങ്കിൽ, അപ്പോൾ 6-ാം തീയതി എന്ന് പറയുന്നത് എന്താണ്? വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുമ്പാ. അല്ല, വ്യാഴത്തിനേക്കാൾ 2 ദിവസം മുമ്പെന്ന് പറയുമ്പോൾ ബുധൻ ചൊവ്വ, അപ്പോൾ അന്ന് ചൊവ്വാഴ്ചയായിരിക്കും. ഓക്കെ, 6-ാം തീയതി ചൊവ്വാഴ്ചയാണെങ്കിൽ കൃത്യം 7 ദിവസം കൂടി വരുന്ന എല്ലാം ചൊവ്വാഴ്ചയായിരിക്കും. അപ്പോൾ 6, 7, 13-ാം തീയതി എന്താഴ്ചയായിരിക്കും? അന്നും ചൊവ്വാഴ്ചയായിരിക്കും അല്ലേ. 6-ാം തീയതി ചൊവ്വാഴ്ചയാണെങ്കിൽ 13-ാം തീയതിയും ചൊവ്വാഴ്ചയായിരിക്കും, 20-ാം തീയതിയും ചൊവ്വാഴ്ചയായിരിക്കും, 18-ാം തീയതിയാ അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 18-ാം തീയതിയാണ് എന്ന് പറയുമ്പം 2 കുറച്ചാലല്ലേ 18 കിട്ടുക. അതെ, ട്യൂസ്ഡേന്ന് 2 കുറയ്ക്കുക, ചൊവ്വാഴ്ചന്ന് 2 കുറച്ചാൽ എന്താണ്? തിങ്കളാഴ്ച, ഞായറാഴ്ച. സോ ആൻസർ എത്ര? സൺഡേ. സൺഡേ എന്നുള്ളത് എങ്ങനെ എഴുതിയാ? ഷെടാ, പേനയ്ക്ക് പോലും നമ്മളെ പിടിക്കുന്നില്ല. സൺഡേ. സോ ആൻസർ എത്ര? സൺഡേ. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട്? ഒരു ഷോർട്ട് കട്ടും ഇല്ല, കുത്തിയിരുന്ന് എണ്ണുക എന്നുള്ളതാണ്. പിന്നെ എണ്ണൽ ഞാൻ കുറച്ചുകൂടി എളുപ്പമാക്കി തരാം. ഇങ്ങോട്ട് നോക്കിക്കും. ഇതിനെല്ലാത്തിനും അങ്ങ് നമ്പർ ഇട്ടാൽ, അല്ലെങ്കിൽ ഒരു ആൽഫബറ്റ് വെച്ച് ഇട്ടാൽ മതി. ഇപ്പം ABCDE. അപ്പോൾ കുഞ്ഞൻ ത്രികോണങ്ങൾ ആദ്യം എണ്ണുക. 1 A ഉണ്ട്, B ഒരു ത്രികോണം, C ഒരു ത്രികോണം, D ഒരു ത്രികോണം, E ഒരു ത്രികോണം. ഓക്കെ, അങ്ങനെ എത്ര ത്രികോണങ്ങളുണ്ട് നമുക്ക്? 1, 2, 3, 4, 5 ത്രികോണങ്ങൾ അവിടെ ഉണ്ട്. ഇനി അടുത്തത് ഈ 2 എണ്ണം ചേർന്ന് വരുന്ന ത്രികോണങ്ങൾ എണ്ണുക. Aയും Bയും കൂടി ഒരു ത്രികോണമാണ്. Aയും Bയും കൂടെ ഒരു ത്രികോണം അല്ലേ. Bയും Cയും കൂടി ഒരു ത്രികോണമാണ്. Cയും Dയും കൂടെ ചേരുമ്പോൾ ഒരു ത്രികോണം ഉണ്ടാകും. കഴിഞ്ഞോ? ഇനി വലിയ ത്രികോണങ്ങളുണ്ട്. ഇവിടെ ഒരു വലിയ ത്രികോണമില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു വലിയ ത്രികോണമുണ്ട്. അതിന് നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം? അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര സെമി സൈസ്ഡ് ട്രയാങ്കിൾസ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ABCD എത്ര എണ്ണമായി? 3 എണ്ണമായി. ഇനി അല്ലാതെ ഇതാണ്ട് ഏക്ക് ബെഡാ ട്രയാങ്കിൾ, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? BCD. അങ്ങനെ ഒരു ട്രയാങ്കിൾ അവിടെ കിട്ടി. പിന്നെ AE നമ്മൾ എടുത്തായിരുന്നോ? ഇല്ല. ഈ AE എന്ന് പറയുന്ന വലിയ ട്രയാങ്കിൾ, എയും ഇയും കൂടെ ചേരുന്ന AE എന്ന് പറയുന്ന കുറച്ചുകൂടെ വലിയ ട്രയാങ്കിൾ. ഓക്കെ, അതെത്രയായി? അപ്പോൾ അത് ഇനി വേറെ അതുപോലത്തെ ട്രയാങ്കിൾ ഉണ്ടോ? BCD എടുത്തു. ഓക്കെ, CD എടുത്തു. BC ഒരു ട്രയാങ്കിൾ അല്ലേ, ഇങ്ങനെ വരുന്നൊരു ട്രയാങ്കിൾ. ഓക്കെ, സോ നമുക്ക് BC എന്ന് പറയുന്ന ട്രയാങ്കിളും കൂടെ എടുക്കാം. ഇങ്ങനെ നമ്പർ ഇടുമ്പോൾ നമുക്ക്, ഇങ്ങനെ പേരിടുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും നമുക്ക് ഒന്നും നമ്മൾ മിസ് ചെയ്ത് പോയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എത്രയാണ്? ഇവിടെ 3 ട്രയാങ്കിളായി. ഇനി ഏക്ക് ബെഡാ ട്രയാങ്കിൾ ഏതാണ്? ABCDE. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഉള്ള വലിയ ട്രയാങ്കിൾ ഇല്ലേ? അല്ല, ഇനി ഒന്നുമില്ല എടുക്കാനായിട്ട്. സോ 5, 3, 8, 3, 11, 12 ട്രയാങ്കിൾ ഇതിനകത്തിലുണ്ട്. ഇങ്ങനെ
ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇങ്ങനെ ABCD എഴുതണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് തോന്നുന്ന പോലെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്ന പോലെ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം. ചിലർ ഇങ്ങനെ മനസ്സിൽ തന്നെ വരച്ച് നോക്കിയിട്ട് എടുക്കുന്നവരുണ്ട്. ചിലർ ABCDക്ക് പകരം 1, 2 ഇട്ടിട്ട് എഴുതുന്നവരുണ്ട്. അങ്ങനെ എഴുതാം. ചില പ്രത്യേക പാറ്റേണിലാണെങ്കിൽ ഈ നമ്പറെല്ലാം ഇട്ടിട്ട് ആ നമ്പറെല്ലാം കൂടെ കൂട്ടിയാൽ ഉത്തരം കിട്ടും. അങ്ങനെ ഒരു രീതിയിലാണ്. പക്ഷേ ഈ ഒരു സ്ട്രക്ചറിന് അത് പറ്റത്തില്ല. അത് വേറൊരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഈ നമ്പേഴ്സ് എല്ലാം കൂടി ഇട്ടിട്ട് 1, 2 നമ്പർ ഇട്ടിട്ട് അത് കൂട്ടുമ്പോൾ കിട്ടുന്ന രീതിയിൽ വരും. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല, ഒരു വല്ലാത്ത ത്രികോണമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഏതൊക്കെ എടുത്തോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ABCD ഉള്ളത് കൊണ്ട് നോക്കി എഴുതാം കേട്ടോ. അപ്പോൾ ആൻസർ എത്ര കിട്ടും മക്കളെ? 12. അടുത്ത നോക്കിക്കോ. 5, 10, 26, 50 -170. നോക്കുമ്പോൾ തന്നെ ഉത്തരം പറയാൻ പറ്റും അല്ലേ? 5, 10, 26, 50 ഡാഷ് അല്ല, സോറി, കുത്തല്ലല്ലോ, ഡാഷാണ് ഇവിടെ വരേണ്ടത്. ഡാഷ് 170. 5 എന്ന് പറഞ്ഞാൽ എന്താ? 2ന്റെ സ്ക്വയർ പ്ലസ് 1 അല്ലയോ? അതെ. 10 എന്ന് പറഞ്ഞാൽ എത്ര? 3ന്റെ സ്ക്വയർ പ്ലസ് 1 അല്ലയോ? പക്ഷേ സാറേ 4ന്റെ സ്ക്വയർ പ്ലസ് 1 അല്ല, ഞാൻ സമ്മതിച്ചു. പക്ഷേ 5ന്റെ സ്ക്വയർ പ്ലസ് 1 ആണ്. 5ന്റെ സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ എന്ത് മനസ്സിലായി? 2, 3, 5 എന്തുവാ? പ്രൈം നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ കൂടെ 1 കൂട്ടിയാൽ മതി. അഭാജ്യ സംഖ്യകൾ അല്ലേ? 2, 3, 5. അടുത്ത പ്രൈം നമ്പർ ഏതാ മക്കളെ? 7ന്റെ സ്ക്വയർ പ്ലസ് 1. 7ന്റെ സ്ക്വയർ 49, 1 50. സോ ഇവിടെ വരേണ്ടത് ഏതാണ്? 8 പ്രൈം നമ്പർ ആണോ? അല്ല. ഇനി എന്തുവാണ് ഈ പ്രൈം നമ്പർ? ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുള്ളെങ്കിൽ അങ്ങനെയുള്ള പ്രത്യേക നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പർ. സോ വാട്ട് ഇസ് എ പ്രൈം നമ്പർ? പ്രൈം നമ്പർ ഇസ് എ നമ്പർ which can be divided or divisible by unity and the number itself. 1ഉം ആ നമ്പറും കൊണ്ട് അല്ലാതെ വേറൊരു നമ്പറിനെ കൊണ്ട് നമുക്ക് അതിനെ ഹരിക്കാൻ പറ്റത്തില്ല. പൂർണ്ണമായും ഹരിക്കാൻ പറ്റില്ല. അതായത് ശിഷ്ടം 0 വരുന്ന രീതിയിൽ ഹരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ. സോ 7 സ്ക്വയർ പ്ലസ് 1 എത്ര കിട്ടും? 49 പ്ലസ് 1 എത്ര കിട്ടും? സോറി, 49 പ്ലസ് 1 എത്ര കിട്ടി? 50 കിട്ടി. സോ അടുത്ത സ്വാഭാവികമായിട്ടും അടുത്ത വരുന്ന പ്രൈം നമ്പർ ഏതാണ്? 7 കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്ന 8 പ്രൈം നമ്പർ അല്ല, 9 പ്രൈം നമ്പർ അല്ല, 10 പ്രൈം നമ്പർ അല്ല, 11 പ്രൈം നമ്പറാണ്. 11ന്റെ സ്ക്വയർ പ്ലസ് 1 അല്ലേ? 11ന്റെ സ്ക്വയർ പ്ലസ് 1. 11ന്റെ സ്ക്വയർ 121 പ്ലസ് 1 122. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ആൻസർ ബി. സോ സ്വാഭാവികമായിട്ടും 170 നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എങ്കിലും പറഞ്ഞേക്കാം, 11 കഴിഞ്ഞ് അടുത്തത് വരുന്നത് 13 ആണ്. 13ന്റെ സ്ക്വയർ പ്ലസ് 1. 13ന്റെ സ്ക്വയർ 169 പ്ലസ് 1 170. സോ സമാധാനമായി. ഇത് തന്നെയാണ് പാറ്റേൺ. സോ ആൻസർ 122. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഡിവിഷൻ ഈസ് ആക്ച്വലി ഇൻവേഴ്സ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് ഞാൻ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു കൊടുത്തു. കമൻറ്റ് ബോക്സിൽ വിദഗ്ധർ വന്നിട്ട് അത് അങ്ങനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം. പരീക്ഷയെ മുൻനിർത്തിയാണ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അതിനെ ബഹുമാനിക്കണമെന്നോ പഠിക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ അത്യാവശ്യം റിസർച്ച് നടത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ വന്ന് വിളമ്പത്തുള്ളൂ. അതുകൊണ്ടാണ് കുറേയൊക്കെ ഞാൻ മറുപടി കൊടുക്കും, പിന്നെ ഞാൻ കണ്ടില്ല എന്ന് വെക്കും. അപ്പോൾ വിദഗ്ധർ ശ്രദ്ധിക്കുക. ഈ ചോദ്യം 237 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ഈക്വൽ ടു 23700. അതായത് 237നെ എത്ര കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 23700 കിട്ടും എന്നാണ് ചോദ്യം. അപ്പോൾ ഹരിക്കണ്ട. ഹരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഗുണിച്ചു നോക്കുക. ഹരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണിച്ചു നോക്കുക. 237 പകരം ഹരണം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഹരിക്കണ്ട, നിങ്ങൾ ഗുണിക്കും. അല്ലെങ്കിൽ 237നെ എത്ര കൊണ്ട് ഹരിച്ചാൽ 23700 കിട്ടും. സോ 237നെ 100 കൊണ്ട് ഗുണിച്ചാലല്ലേ 237 2 കിട്ടുക. സോ ഈ ഗുണനം എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഷൻ ഈസ് ആക്ച്വലി ഇൻവേഴ്സ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. സോ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഓൾസോ ഇൻവേഴ്സ് ഓഫ് ഡിവിഷൻ അല്ലേ? അതായത് 100 കൊണ്ട് ഗുണിച്ചാലാണ് 237നെ 100 കൊണ്ട് ഗുണിച്ചാലാണ് 23700 കിട്ടുക. സോ ഗുണിക്കുന്നതിന് പകരമാണ് തിരിച്ചിട്ട് ഹരിക്കുന്നത്. അപ്പോൾ 237 ഇൻറ്റു അല്ലേ ഹരിക്കുക എന്ന് പറയുമ്പോൾ, സോറി, ഇവിടെ നമ്മൾ ഗുണനം എന്താക്കുന്നു? ഹരണമാക്കുന്നു. ഹരണം എന്ന് പറയുമ്പോൾ എന്താ? തിരിച്ചിട്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ എന്തുവാ?
1/100 കൊണ്ട് ഹരിച്ചാലും മതി. 100 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ് 1/100 കൊണ്ട് ഹരിക്കുന്നത്. ഇതാണ് ഞാൻ അവിടെ പറഞ്ഞത്. എടാ 100 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണടാ കുഞ്ഞെ 1/100 കൊണ്ട് ഹരിക്കുന്നത്. ഇതൊരു അടി പോലാണ് കേട്ടോ. 100 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ അടിച്ചു പഠിപ്പിക്കത്തില്ല ചില സമയത്ത്, അതുപോലെ ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ 100 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ് 1/100 കൊണ്ട് ഹരിക്കുന്നത്. അപ്പൊ 1/100 എത്ര എന്നാ ചോദ്യം അല്ലേ? ഇതിന്റെ അർത്ഥം ഇവിടെ 1/100 വരണം. 1/100 എന്ന് പറഞ്ഞാൽ എത്ര? 1നെ 100 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 0.01. ദാണ്ട് കിടക്കുന്ന ആൻസർ. എത്രയേ ഉള്ളൂ. അപ്പൊ ഇത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല. 100 കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ 1/100 കൊണ്ട് ഹരിച്ചാൽ മതി. 1/100 0.01. ഒരു 2 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ചോദ്യമാണ്. ഓക്കെ, താഴെ പറയുന്ന സംഖ്യകളിൽ ഏതാണ് 9 കൊണ്ട് ഹരിക്കാവുന്നത്? ഡിവിസിബിലിറ്റി പച്ചയ്ക്ക് ചോദിക്കും. PSCയും SSCയും ഒക്കെ പച്ചയ്ക്ക് ചോദിക്കും. ബാങ്ക് മാത്രമേ ഉള്ളൂ നേരിട്ട് അങ്ങ് ചോദിക്കാത്തത്. പണ്ടൊക്കെ ചോദിച്ചിരുന്നു, ഇപ്പോൾ ബാങ്ക് ചോദിക്കത്തില്ല. അതായത് താഴെ പറയുന്ന സംഖ്യകളിൽ ഏത് ചിലപ്പോൾ 7 കൊണ്ട് ഹരിക്കാവുന്ന ഏതാണ്. അപ്പോൾ അതിൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൂൾ ഓഫ് ഡിവിസിബിലിറ്റി റൂൾസ് പഠിച്ചത്. സംഖ്യകളെ എങ്ങനെ നമുക്ക് ഹരിക്കാം എന്നുള്ളതിനെയൊക്കെ കുറിച്ച്. അപ്പോൾ താഴെ പറയുന്ന സംഖ്യകളിൽ ഏതാണ് 9 കൊണ്ട് ഹരിക്കാവുന്നത് എന്ന് ചോദിച്ചാൽ, 9 കൊണ്ട് ഒരു സംഖ്യയെ ഹരിക്കണമെങ്കിൽ അതിന്റെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് 9 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നോക്കിക്കേ, ആദ്യം ഇവനെ എടുക്കാം നമുക്ക്. 4 1 5 5 10 7 17. 9ന്റെ മൾട്ടിപ്പിൾ അല്ല, അപ്പോൾ ഇവനല്ല. അടുത്തത് നോക്കിക്കോ, 7 3 10. 10 7 17 1 18. ശരിയല്ലേ? സോറി, 4 3 7 7 7 14 1 15. പറ്റത്തില്ലല്ലോ, ഞാൻ എന്തൊക്കെയാണ് കൂട്ടിയത്? 7 3 10 10 4 14 1 15. അപ്പോൾ എവനെയും പറ്റത്തില്ല. ഓക്കെ, ഇത് നോക്കിക്കോ, 5 4 9 8 1 9. 9 9 18. അല്ലെങ്കിൽ 8 1 9 9 4 13 5 18. സോ ഈ കുഞ്ഞിനെ നമുക്ക് 9 കൊണ്ട് ഹരിക്കാം. അക്കങ്ങളുടെ തുക 9 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് 9 കൊണ്ട് ഹരിക്കാം. ഇനി ഇദ്ദേഹത്തെ നോക്കിക്കേ, 7 4 11 5 16 9 25. നടക്കത്തില്ല, ഓടിക്കോളം പറയും. അപ്പോൾ അക്കങ്ങളുടെ തുക 9 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് 9 കൊണ്ട് ഹരിക്കാം. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി, 5 4 1 8. യെസ്. സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ മാത്സ് ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ മാത്സ് ആൻസർ കീയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ വളരെ എളുപ്പമുള്ള പരീക്ഷയായിരുന്നു. നിങ്ങൾ ഒരല്പം ശ്രദ്ധിച്ച് പരീക്ഷയ്ക്ക് പോയാൽ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതായിരുന്നു. കൂടുതൽ ചോദ്യങ്ങളും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്നതാണ്. സോ പരീക്ഷാ ഹാളിൽ ഇരുന്ന് നമ്മളെ ഓർത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ മക്കളെ, കൂടുതലൊന്നും പറയാനില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും, ഇത്രയും നേരം ആയിട്ട് കറണ്ട് പോയില്ലല്ലോ സാർ. ആര് പറഞ്ഞു? എടാ 6-7 പ്രാവശ്യം കറണ്ട് പോയിടേ, നിങ്ങളറിയാതാണ്. അപ്പോഴൊക്കെ കറണ്ട് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ മിണ്ടാതിരുന്നിട്ട് എന്ത് ചെയ്യുന്നു? കറണ്ട് പോകുമ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ മിണ്ടാതിരിക്കും. ആ ഇരിപ്പം ഇങ്ങനെ ഇരിക്കും, കറണ്ട് വരുന്നവരെ ഇരിക്കും, എന്നിട്ട് വീണ്ടും എടുക്കും. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഇത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുൻപിലേക്ക് ഇത് വരുന്നത്. ഏകദേശം 4 പ്രാവശ്യം ഇതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയായിരുന്നു കേട്ടോ. അത് അതിവിദഗ്ധമായി നിങ്ങൾ അറിയാത്ത രീതിയിൽ ഞാനത് എഡിറ്റിങ്ങിൽ ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ ബാക്കി നമുക്ക് അടുത്ത ദിവസം.